കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വാക്യൂം ക്ലീനർ പരിചയപ്പെട്ടിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ളതും വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അഗാരോയുടെ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറാണിത്. ഇതുപയോഗിച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമല്ല വെറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അഴുക്ക് വലിച്ച് അകത്തേക്ക് എടുക്കുക മാത്രമല്ല ഇതിൽ നിന്ന് എയർ പുറത്തേക്ക് അടിച്ചുകൊണ്ടും ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇനി നമുക്ക് വാക്യൂം ക്ലീനറിന്റെ ബോക്സ് അക്സസറീസ് എന്തൊക്കെയായിരുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു യൂസർ മാനുവലും വാറന്റി കാർഡും ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലോർ കം കാർപ്പറ്റ് ബ്രഷ് ഉണ്ട്, അബ്സോർബിംഗ് ബ്രഷ് ഉണ്ട്, മൾട്ടി പർപ്പസ് ക്ലീനിങ് ബ്രഷ് ഉണ്ട്, പിന്നെ ഒരു ബ്ലോവർ ഫിൽറ്റർ ഉണ്ട്, ഹോസ് പൈപ്പ് ഉണ്ട്, ക്ലോത്ത് ബാഗ് ഉണ്ട്, എക്സ്റ്റൻഡബിൾ മെറ്റൽ ട്യൂബ് ഉണ്ട്, പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള വാക്യൂം ക്ലീനറുമാണ് ബോക്സിനുള്ളിൽ ലഭിച്ചത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഫീച്ചേഴ്സും ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉരുണ്ട ഒരു ഷേപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡിസൈൻ. മുകൾ ഭാഗവും ബേസും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഈ ഒരു ഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കും എന്നുള്ള ഒരു പേടി വേണ്ട. ഫ്രണ്ടിൽ ഒരു ബിഗ് സൈസ് പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലൂടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിംഗ് നൽകിയിട്ടുണ്ട്. വെള്ളമൊന്നും അകത്ത് പോകാതിരിക്കാനാണ് ഈ ഒരു കവറിംഗ് നൽകിയിരിക്കുന്നത്. രണ്ട് സൈഡിലും ലോക്ക് അൺലോക്ക് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊരു ക്യാരി ഹാൻഡിലും ഉണ്ട്. ബേസ് വീൽസ് ഒക്കെ തന്നെ സ്മൂത്ത് ആണ്. അതേപോലെ തന്നെ 360 ഡിഗ്രി മൂവബിൾ ആണ്. 5 മീറ്ററിന്റെ പവർ കോഡും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ട് സൈഡിലെ ലോക്ക് അൺലോക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ടോപ്പ് കവറിലാണ് മെയിൻ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. 1600 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ് ഇതിന് നൽകിയിട്ടുള്ളത്. 21.5 kPa സെക്ഷൻ പവർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡസ്റ്റ്ബിന്റെ ഉള്ളിൽ ഒരു ക്ലോത്ത് ബാഗ് ഇതേപോലെ കാണാൻ സാധിക്കും. ഈ ക്ലോത്ത് ബാഗ് നമുക്ക് റിമൂവ് ചെയ്യാനും അത് ക്ലീൻ ചെയ്യാനും സാധിക്കും. 21 ലിറ്റർ സൈസ് ഉണ്ട് ഇതിന്റെ ഡസ്റ്റ്ബിന്നിന്. പെട്ടെന്ന് ഇത് ചെളി കൊണ്ട് നിറയുമെന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം മാക്സിമം നമ്മൾ എത്ര ലാർജ് ആയിട്ടുള്ള ഏരിയ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം ഇതിൽ നമുക്ക് അഴുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ മെയിൻ യൂണിറ്റിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അക്സസറീസ് ഒക്കെ ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാവുന്നോ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുമാണ്. മെയിൻ യൂണിറ്റിന്റെ സൈഡിൽ നമുക്ക് ഫ്ലെക്സിബിൾ ഹോസ് കണക്ട് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എക്സ്റ്റൻഷൻ ട്യൂബ് ഇതുപോലെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ അറ്റത്ത് വേണ്ട ബ്രഷും നോസിൽസും ഒക്കെ ഇതേപോലെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാണ് അബ്സോർബിംഗ് ബ്രഷ്. ഇത് നമുക്ക് നനഞ്ഞ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം കാണുന്ന പോലെ നല്ല രീതിയിൽ ചെളിയും വെള്ളവും ഒക്കെ ഇത് വലിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വലിച്ചെടുക്കുന്ന വെള്ളവും അഴുക്കും എല്ലാം ഈ ഒരു ഡസ്റ്റ്ബിന്നിലാണ് കളക്ട് ആവുന്നത്. നമ്മൾ ഇത് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര നല്ല രീതിയിലാണ് ഇത് ക്ലീൻ ചെയ്തെന്നുള്ള. ചെറിയ ചെറിയ പൊടിയും അഴുക്കും വരെ ഈ ഒരു ഡസ്റ്റ്ബിന്നിൽ കളക്ട് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത ബ്രഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലോർ കം കാർപ്പറ്റ് ബ്രഷ് ആണ്. ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാനാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ ഡ്രൈ ആയിട്ടുള്ള ടൈൽസ്, കാർപ്പറ്റ്, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലെ ഡസ്റ്റ് ഒക്കെ തന്നെ ഇത് വലിച്ചെടുക്കും. ഈ ഫ്ലോർ ബ്രഷിന്റെ സൈഡിൽ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്താൽ ഹാർഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഈ ബ്രഷ് ഉപയോഗിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹോസിന്റെ അറ്റത്തും ഇതുപോലൊരു ചെറിയ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പവർ കുറച്ചായിരിക്കും സക്ഷൻ ചെയ്യുക. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള ഒരു സക്ഷനിങ് ഈ ഒരു ഹോസിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ നോസിൽ ഇട്ടുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡോർ സൈഡ്, വോൾ സൈഡ്, സോഫ, ചെയർ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു നോസിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാണുന്ന മൾട്ടിപർപ്പസ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് സോഫ, ചെയർ, കീബോർഡ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ പൊടി വരെ ഉണ്ടെങ്കിൽ ഇത് വലിച്ചെടുക്കും. ഇത്രയും നേരം നമ്മൾ കണ്ടത് ചെളിയും പൊടിയും അഴുക്കും ഒക്കെ ഈ ഒരു ഡസ്റ്റ്ബിന്നിലേക്ക് കളക്ട് ആകുന്നതാണ്. എന്നാൽ ഇനി നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് വെളിയിലേക്ക് എയർ അടിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഇതിൽ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് ഡസ്റ്റ് അടിച്ച് കളയേണ്ട ഇടങ്ങളൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ജനൽ കമ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് അഴുക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അത് പുറത്തോട്ട് അടിച്ച് കളഞ്ഞാലും മതി. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലോവർ ഫംഗ്ഷൻ ഉപയോഗിക്കാനായിട്ട് താഴെ നിന്ന് ഇതിന്റെ ആ ഹോസ് ഊരിയെടുത്ത് മുകളിലുള്ള ആ ഒരു ഫിൽറ്റർ മാറ്റിയതിനു ശേഷം അവിടെ കണക്ട് ചെയ്യുക. ഇത്ര കാര്യം ചെയ്താൽ മതി. ഇനി കാറ്റ് പുറത്തേക്കായിരിക്കും വരിക. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള ക്ലീനിങ്ങും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പേഴ്സണലി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തറ മാത്രമല്ല നമുക്ക് ജനലും കതകും അലമാര എല്ലാ ഭാഗങ്ങളിലും ഇത് എത്തിച്ചെല്ലും. അവിടെ എല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രയോജനം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി. അപ്പൊ ഇതുപോലെ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. 1 ഇയർ വാറന്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നൽകുന്നത്. എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള 6 മന്ത് വാറന്റിയോടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാറന്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് 6 മന്ത് വാറന്റിയോടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള യൂസ്ഫുൾ പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.